ഫോർസൈസ് ടിവിയുടെ മണ്ഡലങ്ങളുടെ എന്ന ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിശകലന പരിപാടിയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഫലമായിരിക്കും ഇത്തവണ പൂരനഗരിയെ ഉൾക്കൊള്ളുന്ന തൃശ്ശൂരിൻ്റേത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ വെച്ച് യഥാർത്ഥത്തിൽ ത്രികോണപ്പോര് നടക്കുന്നത് തൃശ്ശൂരിലാണ്. ത്രികോണപ്പോര് എന്ന് മാത്രമല്ല, 3 മുന്നണികളിൽ ആര് വിജയിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്തത്ര ശക്തമായ പോരാട്ടം നടക്കുന്ന സ്ഥലം കൂടിയായി തൃശ്ശൂർ മണ്ഡലം. തൃശ്ശൂർ ഇങ്ങെടുക്കാൻ കഴിഞ്ഞ കുറേ നാളായി BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അവിടെ തമ്പടിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അത് കണ്ടു തന്നെ BJP ആകട്ടെ കേരളത്തിൽ ജയസാധ്യത കൽപ്പിക്കുന്ന സീറ്റുകളിൽ ഒന്നായി തൃശ്ശൂരിനെ കണക്ക് കൂട്ടുകയും ചെയ്തു. തൃശ്ശൂരിനെ ഏറെക്കുറെ അനുകൂലമാക്കി മാറ്റുന്നതിന് സുരേഷ് ഗോപിക്കും കഴിഞ്ഞിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും സ്ഥാനാർത്ഥികളെ മുന്നണികൾ നിർണയിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ചിത്രമാകെ മാറിമറിഞ്ഞു. തൃശ്ശൂരിൻ്റെ ജനകീയനായ മുൻ മന്ത്രി VS സുനിൽകുമാറിനെയാണ് ഇടത് സ്ഥാനാർത്ഥിയാക്കി CPI കൊണ്ടുവന്നത്. 2 കരുത്തന്മാരുടെ പോരാട്ടത്തിന് വേദിയായതോടെ കോൺഗ്രസ് ഒട്ടും കുറയ്ക്കേണ്ടെന്ന് തീരുമാനിച്ചു. പോരാട്ടത്തിനായി അവർ ഇറക്കിയത് ഒരുപക്ഷെ അവർക്ക് നിർത്താൻ കഴിയുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥികളിൽ ഒരാളെ, സാക്ഷാൽ K മുരളീധരനെ. സഹോദരി പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേക്കേറിയ ദിവസങ്ങൾക്കുള്ളിൽ ആ തട്ടകത്തിലേക്കാണ് മുരളി മത്സരത്തിനായി എത്തിയത്. ഇപ്പോൾ തൃശ്ശൂർ ആകെ തിരഞ്ഞെടുപ്പ് ചൂടിൽ ഇളകി മറിയുകയാണ്. 3 സ്ഥാനാർത്ഥികളും പ്രചരണത്തിലും ശക്തമായ മുന്നേറ്റം നടത്തുന്നു. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. 2019 തൃശ്ശൂരിനെ ലക്ഷ്യമിട്ട് സുരേഷ് ഗോപി BJPക്ക് വേണ്ടി ഇറങ്ങിയതും ശബരിമല വിഷയവുമെല്ലാം തൃശ്ശൂർ BJPയെ വല്ലാതെ മോഹിപ്പിച്ചു. TN പ്രതാപൻ UDFനും രാജാജി മാത്യു തോമസ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായി രംഗത്തെത്തിയതോടെ മത്സരം കൊഴുത്തു. പക്ഷേ കോൺഗ്രസിൻ്റെ TN പ്രതാപൻ വൻ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ വിജയിച്ചു. 4,15,089 വോട്ട് നേടിയ TN പ്രതാപൻ 93,633 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. സുരേഷ് ഗോപി ആകട്ടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ദുർബല സ്ഥാനാർത്ഥി എന്ന് വിലയിരുത്തപ്പെട്ടിട്ടും രാജാജി മാത്യു തോമസ് 3ാം സ്ഥാനത്തേക്ക് പോയില്ല. 3,21,045 വോട്ട് നേടി രാജാജി 2ാം സ്ഥാനത്തെത്തി. 2,93,882 ആയിരുന്നു സുരേഷ് ഗോപിയുടെ സമ്പാദ്യം. 2009 വെറും 6.7% വോട്ടായിരുന്നു BJP നേടിയത്. 2014 ഇത് 11.2% ഉയർത്താൻ സുരേഷ് ഗോപിക്കായി. ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി മത്സരിക്കാനിറങ്ങിയ പ്രമുഖ എഴുത്തുകാരി സാറ ജോസഫിന് 44,638 വോട്ട് ലഭിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ മറ്റു മണ്ഡലങ്ങൾ പോലെ തൃശ്ശൂരും ചുവന്നു. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് LDFന് ലഭിച്ച ഭൂരിപക്ഷം 1,32,329 വോട്ടാണ്. ഇത്തവണ തൃശ്ശൂരിൽ കാര്യങ്ങൾ ആർക്കും എളുപ്പമല്ല. 3 തവണ MLA ആയിരുന്നയാൾ, മുൻ മന്ത്രി, ജനകീയൻ എന്നീ വിശേഷണങ്ങളോടെയാണ് സുനിൽകുമാർ കളത്തിലുള്ളത്. പണ്ട് തൃശ്ശൂരിൽ നിന്നും പരാജയപ്പെട്ട മുരളീധരനല്ല, കോൺഗ്രസ് തങ്ങളുടെ ഏറ്റവും ജനകീയനായ നേതാവിനെയാണ് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. താരപരിവേഷത്തോടെ രാഷ്ട്രീയ കളം പിടിക്കാനിറങ്ങിയ സുരേഷ് ഗോപിക്ക് ഇത്തവണയെങ്കിലും തൃശ്ശൂരിൻ്റെ മണ്ണിൽ ചവിട്ടി നിൽക്കാനാകുമോ എന്ന് കാത്തിരുന്നു കാണണം. തൃശ്ശൂരിൽ നിന്ന് ഇത്തവണ ആര് തന്നെ ജയിച്ചാലും അതൊരു പൂരപ്രഭയോടെയുള്ള വിജയമായിരിക്കുമെന്ന് ഉറപ്പാണ്.